തേർഡ് പ്ലേസ്. അയ്യോ പാവം നമ്മൾ ശരിക്കും ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. പക്ഷേ ബേബി ഇവിടെ ഈ പ്രാവിനെ പിടിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചു. വളരെ ദയനീയമായൊരു സംഭവമാണ്. ക്ലാസ് തലേന്ന് ആപ്പിളും ബനാനൊക്കെ കഴിക്കുന്നുണ്ട്. ആപ്പിളും ബനാനസൊക്കെ അവർ കഴിക്കും. അത് വലിയ ഇതാണ്, അത് വലിയ മത്സ്യമാണ്. കേവില്ല ആടുകളെ വെൽക്കം. ഫൈവ് റിംഗറ്റ്. അയാള് നമ്മൾ അപ്പുറത്ത് ഇറക്കിയാരനാണ്. ഇവിടെ ഇറക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകണ്ടായിരുന്നില്ല. അയാൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തോട്ടെ എന്ന് എഴുതിയിട്ടേ. നാട്ടിൽ തോന്നട്ടെ റംബൂട്ടാണ്, ചെറുപഴം, കോക്കനട്ട് അടക്കം. വലിയ സ്റ്റാച്ചു 272 സ്റ്റെപ്സുകൾ, റെയിൻബോ കളറിൽ പച്ച, മഞ്ഞ, നീല, ചുവപ്പ്. അച്ചടിക്കാൻ സ്റ്റെപ്സ് നടന്ന് പോകണം. ഫോട്ടോഷൂട്ട് നടക്കാണ് വാപ്പാടെ. ബേബി അവിടെ ബേബി ഹായ് പറയാ വീഡിയോ. അപ്പൊ അവിടെ എത്ര സ്റ്റെപ്സ് ആവുമ്പോ ബേബി 272 സ്റ്റെപ്സ് ആണ്. അത് കുറെ സ്റ്റെപ്സ് ആയിരിക്കും, പക്ഷെ വർത്തിട്ടാണോന്നറിയില്ല. നമുക്ക് ഇനി സ്റ്റെപ്സ് ഒന്ന് കയറി നോക്കാം. ഒരുപാട് സ്റ്റെപ്പ് കയറാനുണ്ട്. അവിടെ കയറി സ്റ്റെപ്പ് ഒരുപാട് കയറിയതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഡബിളാണ് ഇവിടെ സ്റ്റെപ്പ് കാണുന്നത്. ഇവിടെ 262 272 സ്റ്റെപ്സ് ഉണ്ട് മുകളിലെത്താൻ. ഇത് നമ്മളെ കൊണ്ട് കയറാൻ സാധിക്കുമോ ജാലു? ഭയങ്കര സിമ്പിളാണോ? എനിക്കിത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല അത്ര സിമ്പിളാണെന്നുള്ളത്. കാരണം അത് കുറച്ച് ഹാർഡാണെന്ന് തോന്നുന്നു. ഇത്രയധികം സ്റ്റെപ്പ് കയറണം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം പറ്റുമെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നടക്കണ പോണേ വീണ്ടും തുടങ്ങാൻ പോണു. ലാസ്റ്റ് നമ്മൾ വീണ്ടും അവരെ വെയിറ്റ് ചെയ്യണം. അവർ ഭയങ്കര സ്ലോ ആണ്. നോക്കി യെല്ലോ കളറിലാണ് ഇപ്പൊ. അപ്പൊ ഗ്രീൻ യോ അതെ ഷാർവായിട്ടാണ് തോന്നുന്നത്. ഇതെന്താ പിങ്ക് ആണോ മജന്റ ആണോ എന്നറിയില്ല. അതെ പിങ്ക് ആണോ തോന്നുന്നത്. ബ്ലൂ അതെ ബ്ലാക്ക് അതെ ലിറിഡ് 2 steps Yes, finally. Third place. അയ്യോ പാവം ഇരിക്കാൻ സീറ്റ് ഉണ്ട്, പക്ഷെ ഇത് ഫുൾ പൂപ്പാ. അഴുക്കൊക്കെ ഉള്ളതാ. നോക്കിയാ അഴുക്കുള്ളതാ. അവരൊക്കെ ഇവിടെ എലിവേറ്റർ ഉണ്ടെങ്കിൽ സോ മച്ച് ബെറ്റർ ആയേനെ.
വേഗം വാ. വാപ്പതെത്തണ് വിക്ടറി വിക്ടറി വിക്ടറി. എടാ അതിന്റെ ചെവി പിടിച്ചിരിക്കണ്ട, വണ്ടി നീങ്ങാൻ വേണ്ടിയുള്ളതാണ് ആ ചെവി. ഇരിക്കാൻ സ്ഥലമുണ്ട്, പക്ഷെ ഡേർട്ടിയാ. ഡേർട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേർട്ടി. ഇതാണ് കേവ്. അപ്പൊ ഫൈനലി ഇവിടെ എത്തിയിട്ട് ഞാൻ ഭയങ്കര ടയർഡാ. അപ്പൊ ഞാൻ ഇവിടെ സീറ്റിലിരുന്നു. അവരൊക്കെ അവിടെ നിൽക്കണ്. എനിക്ക് വയ്യ. ഞാൻ ഇവിടെ ഇരുന്നു. ഇനി മീന് നമ്മൾ സ്റ്റെപ്സ് കയറി താഴെ പോണ്. അപ്പോൾ ഐസ്ക്രീം താഴത്തുനിന്ന് ഇങ്ങനെ വാങ്ങിച്ചു തരാം. വാ. ഞങ്ങളിത് 2 ജ്യൂസ് വാങ്ങി. ഞങ്ങള് നല്ല ടയേർഡായി ഉണ്ടായിരുന്നു നടന്നിട്ട്. ഓറഞ്ചാ? എന്നാ മാംഗോ പറയൂ. ഒരെണ്ണം കൊടുത്തിട്ട് മാംഗോ വാങ്ങിച്ചോ. ഇതിന്റെ താഴത്തും ഇങ്ങനെ പോണം. എന്നിട്ട് അവിടെയും ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഞങ്ങളിനി പോവാൻ ഉദ്ദേശിച്ചില്ല. ഇനി പോണ്ടല്ലോ. സെയിം തന്നെയൊക്കെ, സെയിം തന്നെയാണ്. നമ്മൾ ശരിക്കും ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. പക്ഷേ ബേബി ഇവിടെ ഈ പ്രാവിനെ പിടിക്കുമോ എന്നുള്ളതാണ്. അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. ഇങ്ങനെ തക്കം പാർത്ത് വരേണ്ടത്. ഓടി. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ് ഇവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ പോകുന്ന സമയത്ത് ബേബിനെ പൊക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങണ സിമ്പിളാണോ? ഓക്കെ. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങാൻ സാനി ബേബിനെ പിടിക്കും. അങ്ങനെയാണ് പ്ലാൻ. ഓക്കെ. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങാല്ലേ? താഴത്തേക്ക് പോവാം. ഓക്കെ. ഇനി നമുക്ക് ഈ പടികൾ മുഴുവൻ ഇറങ്ങണം. ഓക്കെ. ബേബി ഒറ്റയ്ക്ക് ഇറങ്ങൊന്നുമില്ല. എങ്കിൽ ഇറങ്ങുവാ. ഇല്ല, എടുക്കാൻ ഷിമിനോട് എടുക്കാനാണ് ബേബി ഇറങ്ങുന്നത്. എടുക്കാൻ പറഞ്ഞു ബേബി. ഇവിടെ 2 ആള് നിൽക്കുകയാണ് കൈയും പിടിച്ചിട്ട്. അതെ, ഈ സൈഡിലൂടെ പോ. ഫുള്ളിറങ്ങി നടക്കണം. അതിനവിടെ ആപ്പിള് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ കണ്ടില്ലേ? ഫ്രൂട്ട്സൊക്കെ കൊടുത്ത ഫ്രൂട്ട്സ്. ഇത് കവറൊക്കെ മാതാ തുടങ്ങിയിട്ടുണ്ട്. ആ കവറിനാണ് ബാക്കിയുള്ളൊരു ഇറങ്ങിപ്പോകുന്നു. അതുകൊണ്ട് പോയി. അതേ പോകുന്നു അവർ. നമ്മൾ ബേബിനെ ഷോൾഡറിൽ ഇരുത്തിയിട്ടാണ്ടില്ലേ ഈ സ്റ്റെപ്പ് മുഴുവൻ ഇറങ്ങണേണ്ടില്ലേ? മുഴുവൻ ഇറങ്ങണം. അവിടെ ഒരു കുരങ്ങനെ എന്താക്കി അവരടുത്തേക്ക് ചാടി. അപ്പോൾ അതേ പേടിച്ചിട്ട് പോയി. അതെ, അത് നിങ്ങളെ കണ്ടിട്ട് സാമ്യം തോന്നുന്നുണ്ടാവും. അതാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ആ സ്റ്റെപ്പ് മുഴുവൻ ഇറങ്ങി തീർന്നു. അല്ല, ഇവിടുന്ന് കയറുന്ന സമയത്തും ഇറങ്ങുന്ന സമയത്തും ബേബിയെ ഞാൻ ഷോൾഡറിൽ വെച്ചിട്ട് തന്നെ ചെയ്തു. ആ ഓക്കെ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ആൻറ്റിക് സാധനങ്ങളൊക്കെ കണ്ടു. വില കുറവാണെന്ന് പറയുന്നത്. അതേ ബേബി ഇതേ ഇവിടുന്ന് കണ്ട് ബേബി അപ്പോൾ ചാടി ഇറങ്ങുന്നു.
ബേബി ഇത് ഇറങ്ങുന്നു. അപ്പോൾ അത് വാങ്ങിക്കാന്നുള്ള പരിപാടിയാണ് ഇവിടെ. ഓക്കെ, കമ്പാരിറ്റീവ്ലി നമ്മൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നോക്കിയത് കുറച്ച് വില കുറവാണ് കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കാൻ കരുതി. ബേബിയുടെ പ്ലാൻ വേറെ എന്തോ ആണ്. ഓക്കെ, ഫൈനലി എന്താ എടുക്കണമെന്നുള്ളത് നോക്കാം. നമ്മൾ രണ്ട് സാധനം വാങ്ങിച്ചു. ഈ മലേഷ്യയുടെ ഈ 2 സാധനം വാങ്ങിച്ചു. ഒരെണ്ണം ബാബിക്ക് കൊടുക്കാനും ഒരെണ്ണം നമുക്ക് വേണം. ബേബി ഇവിടെ ഗണ്ണൊക്കെ എടുത്ത് കളിക്കുകയാണ്. ബേബി വാ വാ വാ. ഇവിടെ 360 ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന പരിപാടി കാണിക്കുന്നില്ലേ. ഒരുപാട് പ്രാവുകൾ. നമ്മൾ മെല്ലെ മെല്ലെ ഇപ്പം എന്ത് ചെയ്യണം, ഇവിടെ നീങ്ങാണ്. അടുത്ത പരിപാടി ഭക്ഷണം കഴിക്കാന്നുള്ളതാണ്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അവിടെ കയറി ഫുഡ് അടിക്കാം. അതാണ് മെയിൻ പരിപാടി. എന്താ പറയുക, 2 പേര് തല്ലൂടെയാണോ? അതെ, ഇവർ ബ്രദേഴ്സ് തമ്മിൽ സ്നേഹമില്ല, ഫൈറ്റിംഗ് ആണ് ഫുള്ള്, കണ്ടില്ലേ. അപ്പോൾ റെസ്റ്റോറൻറ്റ് രാജൻ കാണുന്നുണ്ട് അവിടെ, പ്യുവർ വെജിറ്റേറിയൻ ഫുഡ്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും കയറാം. ഇവിടെ വേറെയും ഫുഡിൻ്റെ ഇതുകളുണ്ട്. അപ്പം അതിലേതിലും കയറ്റടിക്കാം. ഓ മൈ ഗോഡ്, കഫേ ആൻഡ് സൊവനിയർ ആണ്. ഷിമി, വെജ് വേണമെങ്കിൽ ഇത് അപ്പുറത്തുണ്ട് വേറെ. ചാലുവിൻ്റെ ട്രാൻസിഷൻ ചെയ്തില്ലല്ലോ അവിടെ വീഡിയോ. ചാലു, നിന്റെ ട്രാൻസിഷൻ ചെയ്തില്ലല്ലോ അവിടെ. അതെ, ഓക്കെ. ചാലുവിൻ്റെ ട്രാൻസിഷൻ വീഡിയോ ചെയ്യേണ്ടതായിരുന്നു, ചെയ്തില്ല. പ്യുവർ വെജിറ്റേറിയൻ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അതിനുള്ളിൽ കയറിയില്ല. ഇതിൻ്റെ ഉള്ളിലാടി. റെസ്റ്റോറൻറ്റ് അവിടെയാണ്. ഓക്കെ, ഇതപ്പോൾ അവിടെ റെസ്റ്റോറൻറ്റ്. ഓ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുഡ് അടിക്കാം. യെസ്, സ്പേസ് ഉണ്ടാ. നമുക്ക് ഇവിടെ കയറിയിട്ട് ഫുഡ് അടിക്കാം. സീറ്റില്ല. സീറ്റ് എവിടെയെങ്കിലും കിട്ടുമോ നോക്കാം ആദ്യം. കാരണം നമ്മൾ 6 പേർക്ക് സീറ്റ് വേണ്ടേ. നമ്മുടെ ടേബിളിൽ തന്നെ ഒരു ഇളനീര് വെച്ചിട്ടുണ്ട്. എല്ലാവരും കയറിയിരുന്നു അടിക്കാം. ഇത് നമുക്കില്ലേ ചാവക്കാലില് കുറെ വാപ്പട വീട്ടില് ഇവിടെ സ്റ്റെപ്സ് ഒക്കെ കയറി വന്നായിട്ട് ഒരെണ്ണം കുടിച്ചാലുണ്ടല്ലോ എനർജി ഇവിടെ കയറും. കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു സ്പൂൺ നാച്ചുറൽ എനർജി ബൂസ്റ്ററാണത്. കോക്കനട്ട് വാട്ടർ പൊട്ടിക്കാനുള്ള പരിപാടിയിലാണ്. പൊട്ടിക്കോച്ചാലും അവർ വരട്ടെ, വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യാം. 2 തരും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഫുഡ് ഓർഡർ ചെയ്യണത് ദാനിയാണ്. അപ്പോൾ ദാനി കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ബേബി ഇത് ഒരു വിധം എന്തെങ്കിലുമൊക്കെ ആക്കുമെന്ന് തോന്നുന്നുണ്ട്. ഉരുട്ടി കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കണ സമയത്താണ് ആ ഫ്രിഡ്ജിൻ്റെ മുകളിൽ അവിടെ ഒരു ചെയർ ഇരിക്കണേ കണ്ടത്. അപ്പോൾ എന്താണ് ആ ചെയറുമ്പോൾ ഒരു ബോർഡും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇത് കാണുന്നത്, കണ്ടില്ലേ, സൂപ്പർ സ്റ്റാർ രജനികാന്ത് സെറ്റ് ഓൺ ദിസ് ചെയർ ഡ്യൂറിങ് കപാലി ഷൂട്ടിംഗ് അറ്റ് റാണി വിലാസ് ബാത്തു കേവ്. അത് കാരണം ആ ചെയർ അവർ റാപ്പ് ചെയ്ത് അതേപോലെ വെച്ചിരിക്കുന്നത്. രജനികാന്ത് ആ ചെയറിൽ ഇരുന്ന കാരണം കണ്ടില്ലേ. ഓക്കെ, പിന്നെ ഇവിടെ കാണുന്ന ഫുള്ള് കഥകളി, ബാക്കിയുള്ള ആന ഇതുകളെല്ലാം കണ്ടില്ലേ. നമ്മുടെ കേരളത്തിൻ്റെ ഇതാണ് ഫുള്ള് കാണുന്നത്. യെസ് യെസ്, വാവ്, കോഫി 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 കോഫി. ഇപ്പൊ നമ്മ ഫുഡ് കഴിച്ചിട്ട് അതുവരെ ഇവിടെ നമുക്ക് ബേബിക്ക് കോക്കനട്ട് വാട്ടർ ഇഷ്ടമില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്, എക്സെപ്റ്റ് ഹാരിക്ക് ഇഷ്ടമില്ല കോക്കനട്ട് വാട്ടർ.
അവരുടെ ഇവിടെ തുറക്കുന്നത് ഇവിടെ കോക്കനട്ട് വാട്ടർ നമ്മൾ വായിച്ചതല്ല ഇവിടുന്ന് വല്ലത് വായിച്ചാൽ കഴിക്കാൻ ഫ്രീ ആയി നമുക്ക് കോക്കനട്ട് വാട്ടർ എല്ലാ ടേബിളിലും റെഡ് കോക്കനട്ട് ഉണ്ടാവും പിന്നെ അവർ ചിലപ്പോൾ കിച്ചണിൽ കോക്കനട്ട് കട്ട് ചെയ്ത് നമുക്ക് കോക്കനട്ട് വാട്ടർ അല്ലെങ്കിൽ അവർ നമ്മളുടെ ടേബിളിൽ നിന്ന് കോക്കനട്ട് എടുത്ത് കട്ട് ചെയ്ത് കോക്കനട്ട് വാട്ടർ അയച്ചത് ഓക്കെ അതുവരെ സിറ്റ് ബാക്ക് അടുത്ത് കുറച്ച് പോപ്കോണൊക്കെ കഴിച്ചിട്ട് റിലാക്സ് ആയി കാണാം അപ്പോൾ ഇതേ ഫുഡ് നമ്മളുടെ മസാല ദോശ ആട്ടാണ് ഞങ്ങൾക്ക് അപ്പോൾ ഇത് നമ്മൾ കഴിക്കാം നല്ല ടേസ്റ്റ് വാപ്പാക്ക് ഇവിടെ പൂരിയാണ് ചാലുക്കും മസാല ദോശ ഇവിടെ മസാല ദോശ ചാലിത് മസാല ദോശ കഴിക്കുന്നു ഹാനിക്കൊന്നുമില്ലേ ശരി അപ്പം എല്ലാവരും കഴിക്കും അപ്പത്തെ വാപ്പയുടെ പൂരി എത്തി ഭയങ്കര ബിഗാണ് ഇനി വാപ്പ ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറയാം ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ള പൂരി നല്ല വലിയ പൂരിയാണ് കിട്ടിയത് കണ്ടില്ലേ ഓ പൂരി ഇങ്ങനെ സാമ്പാറൊക്കെ എടുത്തിട്ട് വാപ്പക്ക് ഇഷ്ടമായി ആ പൂരി ഒരു പൂരി കൂടി കൊണ്ടുവന്ന് അത് ഞാൻ തന്നെ കഴിക്കേണ്ടി വരും ഞാൻ തന്നെ കഴിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് വാപ്പ വിചാരിച്ചില്ല വാപ്പ വിചാരിച്ച വലുതായിരുന്നു ഓക്കെ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു നല്ല ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോക്ലേറ്റ്സിൻ്റെ നമുക്ക് ചോക്ലേറ്റ്സൊന്നും ആവശ്യമില്ല വാപ്പ ഹോട്ടല് ചെയ്യാൻ പോയി ഈ സ്ഥലത്ത് നമ്മളിനി ഗ്രാബ് ബുക്ക് ചെയ്യാൻ പോകുന്നു ഗ്രാബ് ബുക്ക് ചെയ്ത് നമ്മൾ ഇവിടെ എക്സിറ്റ് ചെയ്യാൻ പോകുന്നു ഇവിടെ ഇതായിരുന്നു ഞങ്ങൾക്ക് സ്ഥലം ഇത് നല്ലൊരു സ്ഥലമാണ് ഞങ്ങൾ ഇവിടുന്നാണ് മേടിച്ചത് ഇത് നല്ലൊരു സ്ഥലമാണ് ഇത് ഇവിടുത്തെ തൊട്ടടുത്താണ് അവിടെയാണ് നടക്കുന്ന ഭാഗം അവിടുന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് നടന്നു വന്നാൽ ഇത് ഇവിടെ എത്തും ഇവിടെ നല്ല ഇരിക്കും ഇത് വെജ് ഹോട്ടലാണ് നമുക്ക് ദോശ ഇതൊക്കെ സാധനങ്ങളെത്തും അപ്പം അതേ ചാലു ട്രാൻസാക്ഷൻ ചെയ്യാൻ പോണ് ഇതെന്ന് വെച്ചാൽ മലേഷ്യയിൽ നിന്ന് ഖത്തറിൽ ചെയ്യാൻ പോകണം എന്താണെന്നറിയില്ല ട്രാൻസാക്ഷൻ കഴിഞ്ഞൊക്കെ ഇവിടെ എന്താ പിങ്ക് കളർന്ന് വെച്ചിട്ട് എവിടാണ് അപ്പ ഇവിടെ നല്ല ചൂടാണ് സോ ഹോട്ടാ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് അടി കഴിഞ്ഞ് ഓൾറെഡി വണ്ടി ബുക്ക് ചെയ്തു വണ്ടി ബുക്ക് ചെയ്തു വണ്ടി അവിടെ വെയിറ്റിങ്ങിലുണ്ട് അപ്പോൾ അവിടെ നമുക്ക് പോവാം വണ്ടി കുറച്ച് വെയിറ്റിംഗ് കാണിക്കുന്നുണ്ട് അവിടെ എന്തായാലും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മ വണ്ടി ബുക്കാക്കി നമുക്കിത് വണ്ടി ഇതാന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്പർ 5095 ആ വണ്ടിയുടെ നമ്പർ പക്ഷേ ഇവിടെ 5095 കാണുന്നില്ല ഗസ് ജസ്റ്റ് ഒന്ന് ഇമോഷണൽ ഡാമേജ് ആയി താഴെ വീണിട്ട് എല്ലാവരും കോമൻസിൽ ബ്രാ അടിച്ചോ ബ്രാ ഇപ്പൊ ഞാൻ വണ്ടി പോയി 5059 ഓക്കെ എന്നിട്ടും ഓക്കെ ഞങ്ങളപ്പോൾ ടാക്സിയിൽ കയറിയിട്ട് പോവാണ് ഡ്രൈവർ ഓക്കെ ഇവിടുന്ന് ഈ സൈഡ് പോണ സമയത്തൊക്കെ നമുക്കിത് കാണാം ആ കേവ്സിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളുണ്ടല്ലേ ഫുള്ള് അടിച്ച് പൊളിച്ച് സ്പീഡിലാണ് പോകുന്നത് അവിടെ ആ ദൂരത്തൊക്കെ മലകൾ കാണാൻ
കാട്. ആ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഫുള്ള് പച്ചപ്പ്, വലിയ മലകളും ഇതൊക്കെ. നമ്മളെ ലെവല് തന്നെ മാറി. പറങ്ങണം നമ്മള്. ഷീറ്റ് ഇട്ടിരിക്കേണ്ട വലിയ മാർബിൾ വന്നിരിക്കുകയാണ്. ഷീറ്റാണ്, സിമെന്റ് ഒക്കെ ഇട്ടിട്ട് ഓളടിച്ച് വെച്ചിരിക്കുകയാണ്. എന്താണ്ട് കൃഷിയാണ്, എന്താ ഉദ്ദേശമുള്ള മനസ്സിലായില്ല. നോക്കിയേ ഞാനും ബേബിയോ ഫ്രണ്ടിലിരിക്കുന്നത്. ഞാൻ ഫ്രണ്ടിലിരിക്കുന്നു, ബാക്കി എല്ലാവരും ബാക്കിലാണ്. നമുക്കൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചു. വളരെ ദയനീയമായൊരു സംഭവമാണ് സംഭവിച്ചത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടല്ല, വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു അപകടം സംഭവിച്ചു. ബേബിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ചാലൊന്ന് ഓടിയതാണ്. ബേബി ചാലുവിനൊന്ന് വെട്ടിച്ചു. ബേബിയുടെ അത്ര സ്കില്ല് ഇല്ലാത്തതുകൊണ്ട് ചാലു അനുഭവം നോക്കൂ, ആ സ്കില്ല് ഇല്ലാത്തതുകൊണ്ട് ചാലു വീണു. ചാലു ഇനിയും സ്കില്ല് ഇൻക്രീസ് ചെയ്യേണ്ടിയിരിക്കുന്നു ബേബിയുടെ മുമ്പിൽ. അപ്പോൾ കാരണം കാലൊന്ന് പൊട്ടി കാണിക്കും. ഓക്കെ, വണ്ടിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങി. ഞാനും ബേബിയാ ഇതുണ്ടായിരുന്നു. എന്നിട്ട് ഇത് ഇവിടെ എത്തി. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഓക്കെ, അടുത്ത കാഴ്ചകൾ ഇത് ഹാനി പറഞ്ഞു. ഓക്കെ, അപ്പം ഞങ്ങളിത് ഇവിടെ എത്തി. കണ്ടില്ലേ, ഇറങ്ങിയതിന് ശേഷം ഇവിടെ ഫുഡ് കോർട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഞങ്ങളിങ്ങനെ നേരെ നടന്നു പോണ്. ബേബി എൻ്റെ കൈ വിട്ടു. ബേബി ഓടാനുള്ള ഉദ്ദേശത്തിലാണ്. ശരിക്കും നമുക്ക് അറിയില്ല ഇപ്പോൾ ഇത് എവിടെയാണെന്നുള്ളത്. ഇവിടെ അവിടെ നിന്ന് കരുതാം. ഇതെന്താ ഷോപ്പിംഗ് മാളാണോ? പിന്നെ ആരുടെ ഒന്ന് ചോദിച്ചിട്ട് വേണ്ടി വരും. ഇവിടെ അങ്ങനെ ഒരു കേബിളിൻ്റെ ഒരു സാധനം പോണേ കാണുന്നില്ലല്ലോ ഇങ്ങോട്ടും. ഒരെണ്ണം പോകുന്നത് ഒന്നും കാണില്ല ഇവിടെ. നമുക്ക് ആരുടെ ഒന്ന് ചോദിച്ചു നോക്കാം. ചോദിച്ച് പോവാം. ബേബിക്ക് ഇത് കണ്ടപ്പോൾ അതിൽ നോക്കി നിൽക്കണം. ഓക്കെ, അത് അവിടെയാണോ? ഓക്കെ, കമ്മ വാ. നോ, വരുന്നില്ല. അവിടെയാണോ? ബേബി അത് നോക്കി നിൽക്കണം. നമുക്കിവിടെ ലൊക്കേഷൻ ഓൾറെഡി കണ്ടു. നമ്മളിവിടെയാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ടാണ് ലൊക്കേഷൻ കിട്ടി. അപ്പോൾ ശരിക്കും ഇതാ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് വേണം. പക്ഷേ ഇവിടുന്ന് ഇപ്പോൾ ബേബി വരുന്നില്ല. ബേബി വരണം. കണ്ട, ഈ എസ്ലേറ്റർ കണ്ടപ്പോൾ എന്തായി, ആള് ഇറങ്ങി. ഓഫ്, അവിടെ ക്രിസ്മസിൻ്റെതാണ് അത്. അല്ല, കോച്ച്. ഏത് കോച്ച് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് അവിടെ? ഹോട്ട് ചോക്ലേറ്റ് ആണോ? നല്ല രസമുണ്ടല്ലേ കാണാൻ. ഓക്കെ, ഞങ്ങളിത് എസ്ലേറ്റർ ഇറങ്ങി വരുന്നു. യെസ്, ഇതാ വരുന്നു. ഞങ്ങൾ എസ്ലേറ്റർ ഇറങ്ങി വരുന്നു. അങ്ങനെ ഷിമി ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് പൊരുക്കി. ഞങ്ങൾ മലേഷ്യയിൽ വന്നിട്ട് ഇതാക്കി ഇതിലാണ്. യെസ്, നല്ല വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാണ്. അതൊക്കെ ഓക്കെ. ഇവിടെ ബേബിയുടെ ഫോട്ടോ എടുക്കാൻ നോക്കിയാണ്. ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കണം എന്നുള്ള പാട് കണ്ട. ഇത് അതിൻ്റെ ബാക്കിലൂടെ പോയിട്ട് ഇതൊക്കെ പിടിച്ച് വലിക്കുകയാണ്. ഇതൊക്കെ പിടിച്ച് വലിച്ചിരിക്കുകയാണ്. ഇതാണ് അവളുടെ പരിപാടി. പിന്നെ എങ്ങനെയാണ് അവളുടെ ഫോട്ടോ കിട്ടുക? ശരിക്കൊരു ഷോപ്പിംഗ് മാളാണിത്. ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളുണ്ട്. ആളുകളൊക്കെ ലൈനിൽ നിന്നിട്ടാണ് ശരിക്കും ഇവിടെ കയറുന്നത്. കാരണം ലിമിറ്റഡ് ആളുകളെ കയറ്റുള്ളൂ. അപ്പം അത് കാരണം അവിടെയൊക്കെ ശരിക്കും ലൈൻ നിന്നിട്ട് വേണം കയറ്റാൻ. ലൈൻ നിന്നിട്ടാണ് കയറുന്നത്. കണ്ടില്ലേ, ഇത് നമ്മളോടിപ്പോൾ വഴി പറഞ്ഞത്
ഇവിടെ ഇതുവഴി കയറിയിട്ട് റൈറ്റ് പോകാനാണ് പറഞ്ഞത്. അങ്ങനെ ആക്ച്വലി ആ വഴി പോയാൽ നമ്മൾ വന്ന വഴിയിൽ എത്തില്ലേ, അറിയില്ല, എന്തായാലും പോയി നോക്കാം. അപ്പോൾ കേബിൾ കാറൊക്കെ അവിടെയാണെന്നാണ് പറഞ്ഞത്. നമ്മളോട് ടിക്കറ്റ് നമ്മളുടെ കയ്യിലുണ്ട്, നമുക്ക് പോയി നോക്കാം. കമാൺ. ഇല്ല, ഒരു വലിയൊരു ഷോപ്പിംഗ് മാളാണിത്. കണ്ടില്ലേ, അതേ ഷോപ്പുകളുടെ നമ്പർ ഇതൊക്കെ ഇവിടെ എഴുതിച്ചിട്ടുണ്ട്. ഇതൊക്കെ കുറേ ആളുകളുടെ വെയിറ്റിംഗ്, ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇവിടെ ഓരോരുത്തരുടെ അവിടെ മൊബൈലിൽ കളിക്കുന്നു. വാച്ചുകളുടെ ഒക്കെ ഷോറൂമാകാണ്. ബേബിനോടെ പിടിച്ചിരിക്കുക, കണ്ടില്ലേ, അങ്ങോട്ട് ഓടാതിരിക്കാണ്ട് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ലെഫ്റ്റിൽ പോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലെഫ്റ്റിലേക്ക് വരുമോ? അപ്പോൾ അടുത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. ക്യാമറമാൻ മിസ്റ്റർ മുഹമ്മദ് ഷിഫാൻ. ന്യൂ മോഡതായിരിക്കും അല്ലേ? അപ്പുറത്തെ സൈഡിൽ 2 കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും നടന്ന് മുകളിലോട്ട് എത്തി. അല്ലേ, നേരത്തെ നടന്നതിൻ്റെ ഓപ്പോസിറ്റ് മുകളിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് സ്കൈ സെൻട്രൽ കാണിക്കുന്നുണ്ട്, അവാന സ്കൈ സെൻട്രൽ. ഓക്കെ, അപ്പോൾ പോയി നോക്കാം, നേരെ പോയി നോക്കാം. പോയിട്ട് നമ്മൾ സ്ഥലത്ത് എത്തണം. അപ്പോൾ നമ്മൾ കുറേ നടന്ന് വളരെയധികം ക്ഷീണിച്ച് ഇനി ഇവിടുന്ന് എങ്ങോട്ടാന്ന് നോക്കട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണും. ഇതിവിടെ എത്തി, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കാണിച്ച ടിക്കറ്റ്, ഇത് ടിക്കറ്റിംഗ് അല്ലേ? ടിക്കറ്റിംഗ്. ചോദിച്ചോ. അവളെ പിടിക്ക്. അവളിത് അങ്ങോട്ട് വേറെ മൂടില്ല. ഇത് എൻട്രൻസ് ഇവിടെ. ഇനിയിപ്പോൾ നമുക്ക് ടിക്കറ്റ് ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്, ക്ലൂ ക്യാപ്പ് വഴി തന്നെ. അപ്പോൾ ആ ടിക്കറ്റ് അവിടെ കാണിക്കണം. അതിന് ശേഷം വേണം കേബിൾ കാറിൽ കയറാനായിട്ട്. ഹീറോ രക്ഷയില്ല, അവൾ ഓട്ടാണ്. പിന്നെ ഇവിടെ നിന്ന് സ്ട്രോളർ എടുത്തിട്ടൊരു കാര്യമില്ല, നമുക്ക് എറണാകുളത്തൊക്കെ സ്ട്രോളർ കൊണ്ട് നടക്കണം. ഇതൊക്കെ മൊബൈലും കൊണ്ടിട്ട് നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടിക്കറ്റിൻ്റെ ബാർകോഡ് കാണിച്ചു, അവിടെ സ്കാൻ ചെയ്ത് ഉള്ളിൽ കയറി. ശരിക്കും പറഞ്ഞാൽ നല്ല ലൈനുണ്ട്, അങ്ങനെ കറങ്ങി വരണം. കറങ്ങി വന്നിട്ട് ലാസ്റ്റ് അവിടെ നിന്നാണ് കയറുന്നത്. അതെ, രണ്ടാളും പോകുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ നേരെ കറങ്ങി അവിടെ എത്തും നമ്മൾ. ഓക്കെ, ബേബി അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ട്രോങ് ആയി, വയലൻ്റ് ആയി. അപ്പോൾ അതിനുശേഷം ബേബിയുടെ ഇത് കുറച്ച് കിട്ടാതെ ബേബി ജ്യൂസ് സ്പ്രൈറ്റിനും ഇതിനു വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു അടികൂടിയുന്നത്. അപ്പോൾ ആളിതൊന്ന് ഒരു മാട ജ്യൂസ് കൊടുത്ത് ഒതുക്കിയിട്ടുണ്ട്. ഓക്കെ, അതില്ലേ ആളുകൾ പോണാണ്ട. അതാണ് ലൈൻ പോകുന്നത്, അത് വെച്ച് പോകണ്ട. തിരിച്ചു വരുന്നുണ്ട് ഇവിടെ അതേ ഇതിൽ. ഇവരൊക്കെ തിരിച്ചു വന്ന ആളുകളാണ്. നമ്മളപ്പോൾ അവിടുന്ന് എൻട്രി, അത് തിരിച്ചു പോകുന്നവർ ആ ലൈനിൽ നേരെ തിരിച്ച് ആ വഴി പോകും, എക്സിറ്റ്. അപ്പോൾ ഈ പോകുന്ന ലൈന് ഫുള്ള് അതിലോട്ട് കയറാനുള്ളതാണ്. നമ്മൾ ഓൾറെഡി 2 സൈഡിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് അങ്ങോട്ട് പോകാനുള്ളത്, തിരിച്ചു വരാനുള്ളത്. ചില ആളുകളൊക്കെ അങ്ങനെ ഒരു സൈഡിലേക്കുള്ള ടിക്കറ്റ് എടുക്കുന്നുണ്ട്. നമ്മൾ 2 സൈഡിലേക്കും ടിക്കറ്റ് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ആ പ്രശ്നമല്ല. ഓക്കെ, ഇതാ ഇതിലൂടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്, അതേ പോകുന്നു. ഓക്കെ, കമോൺ. ഇപ്പോഴും ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, കണ്ടില്ല, നമ്മളെ ബാക്കിൽ ഒരുപാട് ആളുകളുണ്ട്. അവിടെ അവരെ ഇറക്കി മെല്ലെ ഇങ്ങനെ പോകണ്ട. ഇതാണ് അവാന സ്റ്റേഷൻ. അവിടുന്ന് ആളുകൾ ഇങ്ങനെ കയറ്റുന്നു, കണ്ടില്ല, അതേ കയറ്റുന്നു. ഓടി കയറണട്ടാ. ഫൈനലി നമ്മൾ നടന്ന് ഇവിടെ കയറാനായി.
എന്ന് പറയാം. നമ്മളിത് കയറാൻ പോകുന്നു.